സ്നേഹമുള്ളവരെ, ഇന്ന് വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാൻ അലോക്കും അലീനായും ഈ പരിശുദ്ധമായ ഇടവക ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലമായ മധുബഹായുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നമുക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും സംരക്ഷണവും ഇവരുടെ കുടുംബജീവിതത്തിൽ സമൃദ്ധമായി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണല്ലോ നാം എല്ലാവരും ഈ ദേവാലയത്തിൽ അണഞ്ഞിരിക്കുന്നത്. ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പം സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ഒന്നുചേരുന്ന ഈ സുദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരുടെയും പേരിലുള്ള മംഗളങ്ങൾ, എല്ലാ ആശംസകൾ, ദൈവാനുഗ്രഹങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ നേരുകയാണ്. അലീനായ ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയിൽ ഒരു കുടുംബം കൂടി സംജാതമാകുന്നതിൻ്റെ വലിയ സന്തോഷവും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നമുക്ക് ഈ കൂദാശ ശുശ്രൂഷയിലേക്ക് വിശുദ്ധമായ വിചാരങ്ങളോടുകൂടി നമുക്ക് പ്രവേശിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. ശിഖരായി തീരാം നവമൊരു ഗുരുവിൻ സ്നേഹമോടിയാകും തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയായിക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിനും നന്മയ്ക്ക് വേണ്ടി ഈ കൂദാശകൾ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ ബലഹീനരും പാപികളുമായ ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരാ എന്നേക്കും. ആമേൻ.
എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവരെല്ലാവരായി രാജവട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതലേ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതികൾ പാടുന്നു. ഈശോമാതാവിനെയോട് നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവ് ഉത്തമരക്ഷയുമേകുന്നു. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നായി പാടിടുവിൻ. എന്നിൽ ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ, പരിപാലന ധനവാനേ, പരിപാലന അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം അധ്യായം 3, 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല
പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണ് എങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. നമുക്ക് സദാവൃതം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവേ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 19 1 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് യോർദാന് അക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസേയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സഹോദരന്മാരെ, ആലോക്, അലീന, ഞാൻ വളരെ വളരെ പ്രാവശ്യം ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു കഥയിൽ നിന്ന് തുടങ്ങാം. ഒരു കഥ ഒത്തിരി പ്രാവശ്യം കേൾക്കുമ്പോൾ ആവർത്തനം ബോറിംഗ് ആണോ? ആവർത്തനം ഒരിക്കലും ബോറിംഗ് അല്ല. ആവർത്തനം നമ്മളെ സന്തോഷത്തിലേക്ക് നയിക്കുന്നു. മാതാപിതാക്കൾ എത്ര പ്രാവശ്യം മക്കളെ കാണുകയാണെങ്കിൽ ബോറിംഗ് ആകും. ഭാര്യ എത്ര പ്രാവശ്യം ഭർത്താവിനെ കാണുകയാണെങ്കിലും ഭർത്താവ് എത്ര പ്രാവശ്യം ഭാര്യയെ കാണുകയാണെങ്കിലും ബോറിംഗ് ആകുകയില്ല.
കാണാതിരിക്കുമ്പോഴാണ് സങ്കടമുണ്ടാകുന്നത്. നമ്മളുടെ എല്ലാവരുടെയും പരമമായ ലക്ഷ്യം സ്വർഗവാസം, എപ്പോഴും ദൈവത്തെ കാണുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ആവർത്തനം സന്തോഷത്തിലേക്ക് നയിക്കുന്നു. കഥ ഇതാണ്. ഒരു അധ്യാപിക തൻ്റെ കുട്ടികളോട് ചോദിച്ചു, ഒന്നും എത്രയാണ്? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. കുട്ടികളെല്ലാവരും പറഞ്ഞു 2. ഒരു കൊച്ചു മാത്രം പറഞ്ഞു 1. ആ കൊച്ചു സ്മാർട്ടായിരുന്നു. അതുകൊണ്ട് ടീച്ചർ പിന്നെയും ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് 1 പറയുന്നത്? ആ കൊച്ചു പറഞ്ഞു, പ്രയാഗത്തിൽ 2 നദികൾ, ഭഗീരഥയും അലക്നന്ദായും വടക്ക് നിന്നും കിഴക്ക് നിന്നും ഒഴുകി വന്ന് ഒരു നദിയായി മാറുന്നു ഗംഗ. വിവാഹവും അത് തന്നെയാണ്. 2 പേര്, ആലോക്കും അലീനായും ഒന്നായി മാറുന്നതാണ്. 2ആയി ഒഴുകാനുള്ള പ്രവണത ടെംപ്റ്റേഷനാണ്. അത് ദാമ്പത്യ ജീവിതത്തിൻ്റെ അന്ത്യമാണ്. 2 പേരും ഒന്നായി ഒഴുകണം, ഗംഗ പോലെ. ഇത് നിങ്ങളുടെ മാത്രമുള്ള ഒരു ചടങ്ങല്ല. ഇന്ന് ആലോക്കിൻ്റെ മാതാപിതാക്കൾക്ക് അലീന എന്നൊരു മകളെ കിട്ടുന്ന ദിവസമാണ്. അതുപോലെ തന്നെ അലീനായുടെ മാതാപിതാക്കൾക്ക് ആലോക് എന്ന ഒരു പുത്രനെ കിട്ടുന്ന ദിനമാണ്. ആലോക്കിന്റെ ബന്ധുമിത്രാദികൾ അലീനായുടെയും ബന്ധുമിത്രാദികളാകുന്നു. അലീനായുടെ ബന്ധുമിത്രാദികൾ ആലോക്കിന്റെയും ബന്ധുമിത്രാദികളാകുന്നു. ഇതൊരു കൂട്ടായ്മയാണ്. 2 കുടുംബങ്ങൾ തമ്മിൽ, ബന്ധുമിത്രാദികൾ തമ്മിൽ ഉള്ള കൂട്ടായ്മയാണ്. ഒരുമിച്ച് ഒഴുകണം, 2 ഞാൻ ഒരു 5-6 വർഷം ബനാറസിലുണ്ടായിരുന്നു. ബനാറസിൽ ഗംഗാ നദി താഴ്ത്തു വന്ന്, ഹിമാലയത്തിൽ നിന്ന് താഴ്ത്തു വന്ന് പരന്ന ഭൂപ്രദേശത്തും കൂടി ഒഴുകുകയാണ്. വെള്ളം കുറവായിരിക്കുന്ന സമയത്ത് ഗംഗാ നദിയെ കാണാൻ അത്ര നല്ലതല്ല, അത്ര സൗന്ദര്യമില്ല. പക്ഷേ വെള്ളം കൂടുമ്പോൾ, ഹിമാലയത്തിൽ നിന്ന് മഞ്ഞ് ഉരുകുമ്പോൾ, ബനാറസിൽ മഴയുണ്ടാകുമ്പോൾ കാണാൻ വളരെ രസമാണ്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. വളരെ വിശേഷിച്ച് മഴയുണ്ടാകുമ്പോൾ പല ചാലുകളിൽ നിന്ന് ഗംഗയിലേക്ക് വെള്ളം വരുന്നു. ഗംഗാ നദി ഒരിക്കലും ഈ ചാലുകളോട്, പല വെള്ളവും ചീത്തയാണ്, പല വെള്ളങ്ങളും നല്ലതാണ്. ഒരു വെള്ളത്തോടും ഒരു ചാലിനോടും എനിക്ക് വേണ്ട എന്ന് പറയുകയില്ല. വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഗംഗയ്ക്ക് അത്രയും സൗന്ദര്യം ഉണ്ടാവുകയില്ല. പക്ഷെ ഈ ചാലുകളിലെ വെള്ളം ഗംഗയിൽ നിറയുമ്പോൾ പരിശുദ്ധമാകുകയാണ്. ഗംഗയുടെ കളറ് നീല ആകാശത്തെ പോലെയാണ്. ഏത് വെള്ളം വന്നാലും, ആര് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാലും, ഏത് ബന്ധുമിത്രാദികളാണെങ്കിലും, നിങ്ങളുടെ ജീവിതം മൂലം, നിങ്ങളുടെ കൂട്ടായ്മ മൂലം എല്ലാവരും നല്ലവരാകുന്നു. ആരെയും വേണ്ട എന്ന് പറയരുത്. നിങ്ങൾ 2 കുടുംബങ്ങളുടെയും മധ്യയാണ്, ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ എപ്പോഴും കീപ്പപ്പ് ചെയ്യണം. 2, അലീന ആലോക്കിനെയാണ് വിവാഹം കഴിക്കുന്നത്, യേശുക്രിസ്തുവിനെയല്ല. ആലോക്കിന് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരെയും പോലെ ചില ബലഹീനതകളുമുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ആലോക് അലീനായിനെയാണ് വിവാഹം കഴിക്കുന്നത്, ദൈവമാതാവിനെയല്ല. അലീനായിക്ക് ഒത്തിരി നല്ല ഗുണങ്ങളുമുണ്ട്, പക്ഷെ ചെറിയ ചെറിയ ബലഹീനതകളുമുണ്ട്. അലീന 2-3 മാസം മസിൽ പിടിച്ച് ഏറ്റവും നല്ലോണം ചെയ്തേക്കും. പക്ഷെ അത് കഴിഞ്ഞ് ചെറിയ തെറ്റുകൾ സംഭവിക്കും. അതുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കണം. ചെറിയ തെറ്റുകളാണ്. ക്ഷമിച്ചില്ലെങ്കിൽ വലുതാകും. ക്ഷമിച്ചാൽ അത് അന്നേരം തീരും.
സ്നേഹത്തിൻ്റെ ഏറ്റവും കഠിനമായ, ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ക്ഷമ എന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ക്ഷമ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്, വിവാഹത്തിൽ 3 പേരുണ്ട്: വരനും വധുവും കർത്താവും. കർത്താവില്ലാത്ത ഒരു ക്രിസ്തീയ വിവാഹമില്ല. കർത്താവാണ് ഇതിനെ ഒരു കൂദാശ ആക്കി മാറ്റുന്നത്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും മഹത്വപൂർണമായ വ്യക്തി കർത്താവാണ്, നിങ്ങൾ രണ്ടുപേരുമല്ല. അതുകൊണ്ട് കുടുംബത്തിൻ്റെ നേതാവാരാന്ന് നിങ്ങൾ രണ്ടും തർക്കിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കർത്താവാണ്. പിന്നെ 2ഉം 3ഉം ഈക്വൽ ഓൾമോസ്റ്റ്. കർത്താവായിരിക്കണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ നേതാവ്. ചുമ്മാ നേതാവാണെന്ന് പറയരുത്. സമയം കൊടുക്കണം. എന്നും കർത്താവിനോട് സംസാരിക്കണം. എന്നും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവിനോട് ചോദിച്ച് അറിയണം എന്താ വേണ്ടെന്ന്, എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടതെന്ന്. ഒന്നായിരിക്കുക. ഒരിക്കലും 2ആയിട്ട് ഒഴുകുകയില്ല. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തീർക്കർമ്മങ്ങളിൽ പങ്കെടുത്ത ഞങ്ങളേവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ അവിടുന്ന് ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി, പിന്നീത തിരുമണവാളൻ മണവറയിൽ നയിച്ചല്ലോ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അലീനയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. അലീന, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അലോക്കിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുവിൻ. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം
നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. കുരിശുമരണം വഴിയായ തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി അവിടുന്ന് ദയാപൂർവം ആശീർവദിക്കണമേ. സ്നേഹത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രരായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ അവിടുന്ന് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനുശ്വാസത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കരുണിവാനായ കർത്താവേ, ഈ മന്ത്രകോടി അവിടുന്ന് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മാസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗളീയ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാകും ഈശ്വരനാഥൻ കരുണാവർഷം ഒഴിയുന്നു. മംഗളീയ സൗഭാഗ്യമേക പിതാവ് കന്യാപികൈ ഓമൽ സദാമീശോയെ കുടുംബമാകവേദി അർപ്പണം ചെയ്യും കുടുംബമാകാം. ഈ ദമ്പതികള് വിശുദ്ധ ഗ്രന്ഥത്തിൽ പിടിച്ച് പ്രതിജ്ഞയെടുക്കുമ്പോൾ ജീവിതാവസാനം വരെ ഈ ഉടമ്പടി പാലിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇവർക്ക് വേണ്ടി കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ ഇരുവരും ഉറക്കെ ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സമ്പത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം
ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. Nath
ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൽ ഇവരെ കാത്തുകൊള്ളണമേ. ബ്രഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ സ്നേഹത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായെ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ആ കൂദാശിയ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളവരെയും ദൈവമായ കർത്താവ് സമൃദ്ധമായി ആശീർവദിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Bye.
ودورة والواد قدسان عليكم وبايسا لمقون لا لا Every moment has led us to this day. Every journey that brought us to this place. We're filled with wonder that words couldn't ever contain. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we've been waiting for. When the morning light brings us to our feet, we'll keep chasing what we were meant to be. We can feel it, we're ready for anything. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we knew we would find, leaving all of our doubts behind. We can stand on this ground so sure. This is what we've been waiting for. Give our dreams to the rising sun. Make our way, we have just begun. We're closer to heaven, there's so much ahead of us. We'll give our dreams to the rising sun. Make our way, we've just begun. We're closer to
എല്ലാവർക്കും നല്ല നമസ്കാരം. വളരെ സന്തോഷം നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇത് തുടക്കം കുറിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വ്യക്തികൾ ഇന്ന് സഭയുടെയും സമൂഹത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും മുന്നിൽ വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതം ഒരുമിച്ച് ജീവിച്ചു കൊള്ളാം എന്ന ഒരു വലിയ പ്രോമിസ് വിവാഹം എന്ന കൂദാശയിലൂടെ എടുത്ത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിലേക്ക് അവർ കടന്നു വരികയാണ്. ഏറ്റവും പ്രിയപ്പെട്ട അലോക ആൻഡ് അലീന അവരുടെ ജീവിതത്തിലെ ഈ പ്രഷ്യസ് മൊമെന്റ്സിന്, അവരുടെ ഈ നല്ല നിമിഷങ്ങൾക്ക് സന്തോഷത്തിന് സാക്ഷികളാകുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ വന്നിട്ടുള്ള എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. Ladies and gentlemen, it's my absolute pleasure to welcome each one of you to this wonderful wedding reception of our dearest Alok and Alina. Of course, we all are waiting for their grand wonderful entry to this amazing stage event. And may I ask everyone to get up and put your hands together to welcome our gorgeous, beautiful Princess Alina and our handsome, charming Alok to this wonderful stage. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. The bride and the groom, Mr. and Mrs. Alok, to this amazing stage, ladies and gentlemen.
Thank you so much, dancers, for the wonderful entry dance performance. Thank you so much. And first things first, a big congratulations to you guys. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ തുടക്കമാണിത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ, കമ്പാനിയൻഷിപ്പിൻ്റെ, പാർട്ണർഷിപ്പിൻ്റെ തുടക്കമാണ്. അത് ഏറ്റവും ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. Ladies and gentlemen, can you all please give them a big round of applause for the Kayyikkaramo? Ellarum ചേർന്ന്, especially family, cousins, friends. Thank you so much. And before we dive into our today's big celebration, can I tell you something? ഞാനൊരു കാര്യം പറയട്ടെ. പറയട്ടെ? Yes. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പെർമിഷനോട് കൂടി അലോകന്റെ അടുത്തും അലീനയുടെ അടുത്തും ഞാനൊരു കാര്യം പറയാൻ പോവാണ്. Okay? You both looking just fantabulous today. Am I right or what? If I am right, can you all please give them a clap of applause? നല്ല കൈയ്യിൽ തന്നെ എല്ലാവരും ചേർന്നത്. Because ഇന്ന് ഇവരുടെ രണ്ടുപേരുടെയും ദിവസമാണ്. ഇവരുടെ ജീവിതത്തിന് ഇവർ ഏറ്റവും കൂടുതൽ ചെറിയ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇവർ ഏറ്റവും കാത്തിരുന്ന ദിവസങ്ങളിൽ ഒന്നാണ്. അലോകും അലീനയും സുന്ദരവും സുന്ദരിയുമായിട്ടല്ലെങ്കിൽ ഇന്ന് വേറെ ആറ് സുന്ദരവും സുന്ദരിയുമാകാനാണ്. ആൻഡ് we wish a wonderful married life. ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഒരുമിച്ച് ഷെയർ ചെയ്ത് അടിപൊളിയായിട്ടുള്ള ഒരു കപ്പിളായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. And I know that എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവരെ രണ്ടുപേരെയും നന്നായി അറിയുന്നവരാണ് അല്ലേ? ഇവരെ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന, ഇവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ബട്ട് those who don't, here is a big quick info. രണ്ടുപേരെയും ചെറുതായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ആദ്യം തന്നെ our pretty lady Alina Gooding. She is working in PMG office at Nakulam. And about our groom, Mr. Alok Surya, he completed his BTech in IT at Vishwajyoti Engineering College and currently working as a software engineering branch solutions partner. ഇത്രയുമാണ് രണ്ടുപേരെ കുറിച്ചുള്ള കുട്ടി ഡീറ്റെയിൽസ്. ആൻഡ് ഓഫ് കോഴ്സ് വിവാഹം എന്ന കൂടാശയിലൂടെ ഒന്നു ചേരുന്നത് രണ്ട് വ്യക്തികൾ മാത്രമല്ല, മറിച്ച് രണ്ട് കുടുംബങ്ങൾ കൂടിയാണ്. ഇന്ന് അലോകിന്റെയും അലീനയുടെയും വൺ ബിഗ് ഫാമിലി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇവരെ ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും കരുതലോടെ വളർത്തി വലുതാക്കിയ ഇവരുടെ മാതാപിതാക്കളും ചെറുപ്പം മുതൽ ഇവരോട് തല്ലുകൂടി വളർന്ന ഇവരുടെ സഹോദരങ്ങളും വേദിയിലെത്താതെ this moment will not be completed. അല്ല, ഈ ഒരു നിമിഷം പൂർണ്ണമാവില്ല. ആദ്യം തന്നെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്
ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ബഹുമാനത്തോടെ, നിറഞ്ഞ കൈകളിയോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത് അലോകിന്റെ ഈ ഒരു ഡേ അലോകിനെ പോലെ തന്നെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയ ഈ ഒരു ദിവസം പെർഫെക്റ്റ് ആവണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്ന അലോകിന്റെ ഫാമിലിയുടെ, നമ്മുടെ ഫാമിലിയുടെ ഹാർട്ട് ആൻഡ് സോൾ ആയിട്ടുള്ള with a big hand, let's welcome our dearest uncle and auntie to this amazing stage. നിറഞ്ഞ കൈകളിയോടുകൂടി നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അലോകിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പപ്പയെയും അമ്മയെയും. ഒരു നല്ല കൈയ്യടി തന്നെ എല്ലാവരും ചേർന്നിട്ട്. Yes. Thank you so much, Uncle and Auntie. Thank you so much. And ഇനി ഒഫീഷ്യലി അലോകിന്റെ ഫാമിലിയിലേക്ക് അലീനയെ മാത്രമല്ല, അലീനയുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരെ കൂടി ഒഫീഷ്യൽ വെൽക്കം കൊടുക്കാൻ പോവാം. ആൻഡ് ദിസ് ഈ ഒരു സമയത്ത് അലോകിന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് ഈ സൈഡിൽ ഇരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആണോ? മിക്സ്ഡ് ആണ്, കുഴപ്പമില്ല. ഫ്രണ്ട് റോ അലോകിന്റെ ഫാമിലിയാണ്, റൈറ്റ്? സോ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അലീനയുടെ പപ്പയ്ക്കും മമ്മയ്ക്കും ഒരു ഉഷാറ് കൈയ്യടി കൊടുത്തുകൊണ്ട് സ്വീകരിക്കാൻ പോകും. Yes. So ladies and gentlemen, with a big hand, let's welcome our dearest Sachi uncle and Samsiati. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് let's welcome them to our amazing family. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് അലോകിന്റെ ഫാമിലിയിലേക്ക്, സ്റ്റേജിലേക്ക് അലീനയുടെ പപ്പയും മമ്മയും സ്വാഗതം. Thank you so much. And ഇപ്പോൾ സ്റ്റേജിൽ ഇവരുടെ ഫാമിലിയെ കംപ്ലീറ്റ് ആക്കുന്ന 4 പേര് എത്തിക്കഴിഞ്ഞു. It's time to welcome ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും പിവറ്റൽ റോൾസ് പ്ലേ ചെയ്ത് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും സങ്കടവും ഇവർ ഷെയർ ചെയ്യുന്ന സ്റ്റാർ and brother, ladies and gentlemen, with a thankful sound of applause, let's welcome ആദ്യം തന്നെ അലോകിന്റെ നമ്മുടെ ഫാമിലിയിലെ ക്യൂരിഫൈ darling sister Alka and Alka Mom സ്റ്റേജിൽ എത്തിയ പോലെ Alka കംപ്ലീറ്റ് ചെയ്യുന്ന her better half, best half, our dearest Rosh James. And ഈ സൈഡിലും നമുക്കൊരു ബ്രദർ ഉണ്ട് അല്ലേ? ബ്രദറും ലോയും സിസ്റ്ററും ഒരുമിച്ച് സ്റ്റേജിലേക്ക് വരണം. അതുകൊണ്ട് നമുക്ക് 3 പേരെയും ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. Put your hands together to welcome Mr. Alvin Ajay Jacob, Mrs. Alka Suryak and Mr. Rosh James to this amazing stage, everyone. നിങ്ങളുടെ കൈകളോടുകൂടി നമുക്ക് നമ്മുടെ സഹോദരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Oh my God, look at them all in each other's hands. What a wonderful sight to see. പറഞ്ഞതുപോലെ വിവാഹം എന്ന കൂദാശയിലൂടെ ഒന്ന് ചേർന്ന വൺ ബിഗ് ഫാമിലി സ്റ്റേജിലെത്തിയത്. ഇവരുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകമായി ദൈവം പരിചയപ്പെടുത്തുകയാണ്. അലീനയുടെ പപ്പ മിസ്റ്റർ അജയ് ജേക്കബ്, റിട്ടയർഡ് SBI എംപ്ലോയിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ മദർ മിസ്സസ് സൽസി അജയ്, ഷീസ് എ റിട്ടയർഡ് നഴ്സ്. ആൻഡ് ബ്രദർ മിസ്റ്റർ ആൽവിൻ അജയ് ജേക്കബ്, വർക്കിംഗ് ഇൻ കോഗ്നിസന്റ് ടെക്നോളജി സൊല്യൂഷൻസ് ഇൻ ഫോപ്പാർ. ആൻഡ് ഒപ്പം തന്നെ ഗ്രാൻഡ്മ ഉണ്ട്, ചിന്നമാമ. അമ്മയെ നമ്മൾ സ്റ്റേജിലായിട്ട് വിളിക്കുന്നുണ്ടോ? ആൻഡ് ഇനി അലോകിന്റെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്നു. Adira Suryak, retired business person ആണ്. Mother Dr. Mary Suryak, retired senior medical officer, DPMH, Chotanagara. And sibling Mrs. Alka Suryak and Rosh James രണ്ടുപേരും ന്യൂസിലാൻഡിലാണ്. And grandparents late Joseph and late Mariama Joseph, late Stephen and late Anima Stephen. ഇവരുടെ ഗ്രാൻഡ് പേരൻസിനെ ഈ ഒരു നിമിഷം പ്രത്യേകമായിട്ട് ഓർക്കുകയും അവരുടെ ബ്ലെസ്സിങ്സ്
നമ്മൾ ആഗ്രഹിക്കുകയും റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഒബ്വിയസ്ലി അവർ ഹെവനിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ബ്ലസ് ചെയ്യുന്നുണ്ടാവും. അവരുടെ പ്രസൻസ് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നല്ലതിൻ്റെയും നന്മയായതിൻ്റെയും തുടക്കം പ്രാർത്ഥനയിൽ നിന്നാണ്. ഈ ഒരു നല്ല ദിവസവും ഈ ഒരു നല്ല ആഘോഷവും നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. നമ്മുടെ മാർത്തോമൻ എന്ന് പറയുന്ന പ്രാർത്ഥനാ ഗീതത്തോടു കൂടി ഈ ഒരു നല്ല സന്തോഷഗീതം ആരംഭിക്കുകയാണ്. ബട്ട് ബിഫോർ ദാറ്റ് ഐ കൈൻഡ്ലി റിക്വസ്റ്റ് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആൻഡ് എ സ്മോൾ റിക്വസ്റ്റ്, മാർത്തോമൻ പാടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും കൈകൊണ്ടാനും ഡാൻസ് കളിക്കാനുമുള്ള ഒരു തോന്നലുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ബട്ട് ഇത് പ്രാർത്ഥനാ ഗാനമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വിശ്വാസപ്രകാരം വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ സൃഷ്ടികർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, പ്രകാശം ഉണ്ടാകട്ടെ എന്ന്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകും, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സാന്നിധ്യവും എപ്പോഴും ഇവരുടെ മേലുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് we are moving to the candle lighting ceremony. അതൊക്കെ ഞാൻ ചിന്നുകുട്ടിക്ക് വാഴ പിടിക്കട്ടെ.
അടുത്തതായിട്ട് നവദമ്പതിമാർക്ക് പാലപ്പഴവും കൊടുക്കുന്ന ചടങ്ങാണ്. നവദമ്പതിമാരായ അലോക്കും അലിയും ചേർന്ന് ഒരേ പാത്രത്തിൽ പാലപ്പഴവും പാല് ചെയ്യുമ്പോൾ ഇനി രണ്ടല്ല ഒന്നാണെന്ന് ഏറ്റു പറയുകയാണ്. പാലും പഴവും കൊടുക്കുന്ന ചടങ്ങ് ഉദ്ദേശിക്കുന്നതിനായി നവദമ്പതിമാരെ വായ്പകൾ കഴിയിച്ച് ശുദ്ധീകരിച്ച ശേഷം പാലും പഴവും കൊടുക്കുന്ന ചടങ്ങ് നടന്നു. അതിനായി അവകാശികളെ സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ പാലും പഴവും കൊടുക്കുന്ന ചടങ്ങാണ്. അതിന് മുന്നോടിയായിട്ട് നവദമ്പതിമാരുടെ വായ്പകൾ കഴിയിച്ച് ശുദ്ധീകരിച്ച ശേഷം പാലും പഴവും കൊടുക്കുന്ന ചടങ്ങ് നടക്കുന്നു. അതിനായുള്ള അവകാശികളെ സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിനായിട്ട് അമ്മാച്ചൻ അലിയായ അമ്മാച്ചനെ വീണ്ടും സ്നേഹത്തോടെ കച്ചതകളുടെ ചടങ്ങിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. അമ്മാച്ചൻ ജ്ഞാനാക്കർക്ക് നൽകിയ രാജവയുടെ സൂചകമായി തലയിൽ തലപ്പാവ് അഥവാ തലയിൽ കെട്ടുകെട്ടി സദസ്സിലൂടെ 3 പ്രാവശ്യം സമ്മാനവാദം ചോദിച്ചു. നവദമ്പതിമാർക്ക് കച്ചതകളുടെ ചടങ്ങിനായിട്ട് അലിയായ അമ്മാച്ചനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിനായിട്ട് അമ്മാച്ചൻ തലയിൽ കെട്ടിരിക്കുകയാണ്. അമ്മാച്ചൻ ഈ തലയിൽ കെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ അമ്മാച്ചന് ഒരു നല്ലൊരു കൈ കൊടുക്കാം. നല്ലൊരു കൈ. അടുത്തതായി അമ്മാച്ചൻ 3 പ്രാവശ്യം അനുവാദം ചോദിക്കുന്നു. അനുവാദം ചോദിക്കുന്ന ചടങ്ങിനായിട്ട് അമ്മാച്ചനെ സ്വാഗതം ചെയ്യുന്നു. മണവാളത്തിനും കച്ചവടമായിട്ട് എന്റെ മരുമാക്കും അവളെ ചെക്കനും കച്ചവടമായിട്ട് ചോദിക്കാൻ ചിന്നോട്ടിക്ക് മല കച്ചവടമായിട്ട്
പൂർത്തിയായിരിക്കുകയാണ്. ചടങ്ങ് മാലയിടുന്ന ചടങ്ങാണ്. മാലയിടുന്ന ചടങ്ങിനായിട്ട് അമ്മമാരെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിനാദ്യം മാലയിടുന്ന ചടങ്ങിനായിട്ട് അലോക്കിന്റെ അമ്മയെ സ്വാഗതം ചെയ്യുന്നു. അലോക്കിന്റെ അമ്മ അലീനയെ മാല അണിയിക്കുന്നു. മാലയിടുന്ന ചടങ്ങിനായിട്ട് അലീനയുടെ അമ്മയെ സ്വാഗതം ചെയ്യുന്നു. അലീനയുടെ അമ്മ അലോക്കിനെ മാല അണിയിക്കുന്നു. അറിയാൻ കേട്ടോ, നിങ്ങൾ എല്ലാവരും പാട്ട് പാടി ഡാൻസ് കളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. ഞാൻ ആദ്യം ഇവർ കയറി വന്നപ്പോ ഒന്നും ഇല്ലാത്ത എനർജിയാണ്. പാടിയൊക്കെ കിട്ടിയത് എന്റെ പൊന്നെ, എന്നാ ഒരു എനർജിയാണ്. നല്ലൊരു കൈഡിയാണ് കേട്ടോ. സോ നമ്മള് സ്റ്റേജിലെ കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് കടക്കുകയാണ്. ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ഇതിനുവേണ്ടി അവകാശികളായിട്ടുള്ള രണ്ട് അമ്മാച്ചന്മാരെയും വേദിയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അലോകിന്റെയും അലീനയുടെയും അമ്മാച്ചന്മാർക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അലോകിന്റെ അമ്മാച്ചന്മാര് അലീനയുടെ അമ്മാച്ചന്മാർക്ക് കൈകൾ കഴിച്ച് അവരെ നമ്മളെ കൊഴുത്ത് കൊടുക്കുന്ന ചടങ്ങ്
വേദിയിലേക്ക് ഔദ്യോഗികമായിട്ട് വെൽക്കം ചെയ്യുകയാണ്. അലീനയുടെ അമ്മാച്ചന്മാർക്ക് ഒഫീഷ്യലി വന്നിട്ടുള്ള എല്ലാവരെയും സൽക്കാരത്തിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ഭാഗമായിട്ട് കോഴിത്തുട കൊടുക്കൽ ചടങ്ങാണ് നടക്കുന്നത്. Ladies and gentlemen, a big round of applause. നല്ലൊരു കൈയടിയാകാം. तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। किया रे जो भी तूने कैसे किया रे, जिया को मेरे बांध ऐसे लिया रे। समझ के भी ना समझ मैं सकूं सवेरों का मेरे तू सूरज लागे। तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया। दिल के नगर में शहर तू बसा ले पिया। छूने से तेरे हाँ तेरे हाँ तेरे फीकी रुतों को रंग लगे। तेरी दिशा में क्यों चलने से मेरे पैरों को पंख लगे। रहा ना मेरे काम का जग सारा, हो बस तेरे नाम से ही गुजारा। उलझ के यूं ना सुलझ न सकूं, जुबानियाँ तेरी झूठी भी सच लागे। तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया। ओ सब कुछ मेरा चाहे, नाम अपने लिखा ले। बदले में इतनी तो यारी
take a leap into the other side. You don't see, run away. Let your heart beat in time into the rhythm that you desire. Walk away. Head still high and dreams inside, and walk away. Run closer. Don't let it go, let it go. Run closer. Let it go, let it go. Heavy but steady, slow from the tears that you don't show. Run away. Footsteps leading forth into a place unseen before. Walk away. Set or darken as it if it like it. Chal paye. Say hey. Love is in the air. Say love is in the I know the reason why I am alive. And the world is so beautiful tonight. It's a place I've never been, and it comes from deep within, and it's telling me that I'm about to win first prize, knowing all I have to do is reach out my hand to you.
shines. I loved you from a distant start. I couldn't reach that far. I can't believe how close that we are. When I look into your Spanish eyes, and the world is so beautiful tonight. It's a place I've never been, and it comes from deep within, and it's telling me that I'm about to win first prize. Knowing all I have to do is reach out my hand to you anytime I want to look into your Spanish eyes. Oh,
go from your presence. Your love surrounds me on all sides. Free from shame, there is no hiding. Oh, so I am yours and you are mine. Oh, how deep, how wide, how high is your love for me? I can never see it. How deep, how wide, how high is your love for me? I can never see it. How deep, how പിതാവായ യേശുവേ, ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ഈ ദിവസം മനോഹരമായ ദിവസം അൽക്കയുടെയും അലോക്കിന്റെയും അലീനയുടെയും വിവാഹ കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ അങ്ങയുടെ ഭവനത്തിൽ വരുവാൻ തക്കവണ്ണം എല്ലാം ഒരുക്കി എല്ലാം ഭംഗിയായി നടത്തിയതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു യേശുവേ. രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഈ മഹനീയമായ നിമിഷത്തെ ഓർത്ത് വീണ്ടും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അലോക്കിനെയും അലീനെയും കർത്താവെ പുതിയ കുടുംബം പുതിയ ഒരു കുടുംബം സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ദിവസമാണ്. ആ ദിവസത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ അവരുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാം ഞങ്ങൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ deep,